കഴിഞ്ഞ കൊലപാതകത്തിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ പിടിവിടും. സ്ക്രിപ്റ്റ് നമുക്ക് തിരുത്താം, പ്രശ്നമൊന്നുമില്ല. ശോഭന പറഞ്ഞ ആള് എന്താ? ശോഭന പറഞ്ഞ ആള് സ്ക്രിപ്റ്റ് എഴുതുന്നേ. സ്ക്രിപ്റ്റ് എഴുതുന്ന ശോഭന പറഞ്ഞു വിട്ടാള്. ഞാൻ ഇതും തപ്പി ഞാൻ ഈ നാട് മൊത്തം നടക്കുമായിരുന്നു. എന്തിനാ ഈ ചക്കപ്ലാവിന്റെ മൂട്ടി വന്നിരിക്കുന്നേ? വാ ഇങ്ങോട്ട്, അവിടെ അല്ലേ നമ്മുടെ ഓഫീസ്. എന്നെ ഒന്ന് വിളിച്ചാ പറയാം, നമ്മൾ നമ്പർ തന്നില്ല. ഇല്ല. കിട്ടി അതാണേ. ഇരി, ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വന്നത് എന്താണെന്നറിയാം. തനിക്ക് രഘുവരൻ്റെ ബാബു അണ്ണിയുടെ ഒരു കട്ടുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം വെച്ചിട്ട് കയറ്റും. ഈ പരിപാടിയുടെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സീരീസ് ആക്കി ചെയ്ത് കൊടുക്കണം. ഓക്കെ, 3 ലക്ഷം രൂപ വെച്ച് തരും. ആദ്യം 3.5 ആക്കും. ഓക്കെ, ഇതെല്ലാം കൂടെ ഒരു ചിലവ് നമുക്കൊരു 1.5-ക്കുള്ളിൽ നടത്തണം. ബാക്കി 2 രൂപ നമ്മൾ കമ്മീഷൻ വെച്ചാണെങ്കിലും മാറ്റി നടത്തും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ എടുത്തേക്കുന്ന പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്മാൻ ഉണ്ടല്ലോ. ഇപ്പം മാസ്മാനാണല്ലോ ഇവിടെ എല്ലായിടത്തും ട്രെൻഡ്. പുള്ളിയെ ഒരല്പം എരിവും പുളി എല്ലാം കൂടെ ചേർത്ത് ഒരല്പം ഫണ്ണി എലമെൻ്റ് കൂടെ വെച്ചൊരു കോമിക് ക്യാരക്ടർ. മനസ്സിലായി? ഓക്കെ, ആ ഒരു എലമെൻ്റ് ഇട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ആൾക്കാരിൽ ആ ഭീതി പടർന്നിരിക്കുന്നവരെ അതിൽ നിന്ന് ഉണർത്താനും മേ ബി ഇഫ് ദർ ഇസ് എ പോസിബിലിറ്റി അല്ല കണ്ടെത്താനും ഒരു ഏടല്ലേ അത്. ശരിയാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ത്രെഡ് ഉണ്ടോ അതിൽ? ത്രെഡ് ഉണ്ടോ? അതില്ലാതുകൊണ്ടല്ലേ മോനെ വിളിച്ചത്. ഓക്കെ, എന്തോ വെച്ച് ഓരോരോ എപ്പിസോഡ് എങ്ങനെയെങ്കിലും ഒരു 10 തട്ടിക്കൂട്ടി കൊടുക്കണം. മിനിമം ഒരു 500K വ്യൂസ് ഉണ്ടെങ്കിലും കാര്യം മുന്നോട്ട് പോകും. എങ്ങനെയാണെങ്കിലും അടുത്ത എപ്പിസോഡ് ഇയാൾ ചെയ്യണം, പ്രൊഡ്യൂസർ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടോ എൻ്റെ? ഒരു കഥയുണ്ട് എൻ്റെ കയ്യിൽ. അതായത് ഒരു 18-19 വയസ്സ് പ്രായം തോന്നുന്നൊരു കുട്ടി, പഠിത്തം കഴിഞ്ഞ് രാത്രി അവൾ ഒറ്റയ്ക്ക് നടന്നു വരാം. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് കില്ലർ അവൻ്റെ കയ്യിലൊരു വലിയ ചുറ്റികയാണ്. ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ പതുക്കെ എടുക്കും. പിന്നാലെ പതുക്കെ പോയിട്ട് ഈ പെണ്ണുങ്ങളെ കൊല്ലുന്നതിൻ്റെ ഒരു ഹരമുണ്ട്. അവരെ മുടി ഇങ്ങനെ കുത്തിന് പിടിച്ചിങ്ങനെ വലിച്ചെടുത്ത് ഒറ്റടി. അപ്പം ആ തലച്ചോറ് മിന്നുന്നതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം. അവരെ കൊണ്ട് വീണ് പെട്ടയുന്നൊരു സുഖമുണ്ട്. അതിങ്ങനെ ക്ലോസായിട്ട് വീക്ഷിക്കുമ്പോണ്ടല്ലോ. എന്നിട്ട് ആ ചുറ്റിക്കെടുത്ത് ഈ ഭാഗമുണ്ട് ഒറ്റടി. ആ അടിയിൽ തീരും. കൈയൊക്കെ ഇങ്ങനെ റോട്ടിലിട്ട് ഇങ്ങനെ മാന്ത വരും. അതൊരു പ്രത്യേക സുഖമാണ്. നമുക്ക് ആ ലൈൻ പിടിച്ചാലോ? കില്ലറിൻ്റെ മോട്ടീവ് എന്തോ? കില്ലർ സൈക്കോ എന്നല്ലേ പറഞ്ഞു. പ്രത്യേകിച്ച് മോട്ടീവിൻ്റെ ആവശ്യമില്ലല്ലോ. ചുമ്മാ വഴി കൂടെ പോകുന്നവരെ തട്ടു. അതെ, ആ ഒരു ഹരമാണ്. നമ്മൾ ഈ പാറ്റേന് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു പട്ടീനെ കല്ലെടുത്ത് അറിയില്ലേ, അതുപോലെ തന്നെയുള്ളൂ. വേറെ എന്ത് വ്യത്യാസമുള്ളത്? മനുഷ്യനായാലും മൃഗമായാലും ഒക്കെ ഒരുപോലെ തന്നെ. കൊല്ലുക. 10 മിനിറ്റ് വലിക്കണോ ഇത്? അതൊക്കെ നമുക്ക് സെറ്റാകാം. കുറച്ചുകൂടി ക്രൂവാലിറ്റി ഇടയാൽ മതി. കൈ മുറിക്കുകയെ വിരൽ മുറിക്കുകയെ. സൈക്കോകൾ അങ്ങനെയാണല്ലോ, ഒരു വിരൽ മുറിച്ചിട്ട് അത് നമുക്ക് തെളിവായിട്ടിടാം. നീ എന്താ ഇങ്ങനെയൊക്കെ ടോക്ക് ചെയ്യുന്നേ? സബ്ജക്റ്റ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് കാണിക്കണമല്ലോ. നിനക്ക് പ്രാന്താന്നോടത്തി എന്തൊക്കെ ഈ പറയുന്നത്? മറ്റേ യൂട്യൂബിനകത്തൊക്കെ സർട്ടിഫിക്കറ്റ് വരും. അപ്പോഴവന്മാർ കോപ്പറേറ്റ് അടിച്ച് കളയും, പ്രൊഡ്യൂസറും പോവും. വേണ്ട, ഈ പറഞ്ഞ വട്ടത്തരത്തിൻ്റെ പകുതി മതി. ഒരു കാര്യം, നീ ഒരു പേപ്പറിനകത്ത് ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ കില്ലറിനെ ഇങ്ങനെ ബ്രൂട്ടലായിട്ടുള്ള ഈ ഒരു പരിപാടിയില്ല. കില്ലർ ഒരു കോമാളിയാണ്, ഒരു ക്ലൗണാണ്. ആവില്ലല്ലേ? അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതേ ശരിയാവും. കില്ലർ കോമാളിയാക്കാൻ പറ്റില്ല. അത് കില്ലർ എന്ന് പറയുമ്പോൾ, പ്രൊഫഷണൽ കില്ലർ എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാനറസ്, ആളുകൾക്ക് ഭീതി വരണം. ഒരൊറ്റ നോട്ടത്തിൽ ഭീതി വരണം. കോമാളിയായിട്ടേ ഇപ്പോഴത്തെ സിറ്റ്കോംസ് ഒക്കെ കണ്ടിട്ടില്ലേ? കോമഡി ആയിട്ടുള്ള ഒരു കോമഡി പീസ്. മനസ്സിലാകുന്നുണ്ടോ? ഇയാളൊരു സൈക്കോയാണ്, കോമഡി പീസുമാണ്. അപ്പം എന്നാൽ അങ്ങനെ ചെയ്യും. നീ ചെന്നേച്ച് അസുരന്മാരെ 2 പേരെ വെക്ക്. ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവനാരാ? ഡിറ്റക്റ്റീവ് സജ്ജലനോ? ബ്രില്യൻ സ്ക്രിപ്റ്റ്, അടിപൊളി സ്ക്രിപ്റ്റ്. നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്തു വെച്ചാൽ മതി. അതിന് ഞാൻ ഉണ്ടല്ലോ സാറേ, ഞാൻ ഉണ്ടല്ലോ. എന്താടാ നീ ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുന്നേ? സുബുവിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇത് ഏൽപ്പിച്ചത്. അല്ല, സാറിൻ്റെ വിശ്വാസം കാക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളൊരു സംഭവം. ഞാൻ പ്രൊഡ്യൂസറൊക്കെ തന്നെയാണ്.
ഇയാളെന്ത് മോങ്ങനെ ഒരു കടന്നൽ കുത്തി വിളിക്കുന്നു? പുള്ളിയുടെ സ്ഥായിയായ ഭാവം എങ്ങനെയാണേ? ഇപ്പം മോൻ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ എന്താണ് പ്രശ്നം? സൈക്കോനെ കോമാളിയാക്കിയത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലോ. അല്ല, ഇത് പുള്ളിയുടെ നിർബന്ധപ്രകാരം ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ. അടുത്ത വർക്കിൽ നമുക്കത് മാറ്റേണ്ടി വരും. ഈ സ്ക്രിപ്റ്റ് എങ്ങനെ പോകുന്നൊക്കെ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അതിനൊരു മാറ്റം വരില്ല. ഈ സ്ക്രിപ്റ്റ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് ഉണ്ടാക്കുക. അതിൽ കുറച്ച് അഹങ്കാരമല്ലേ? ഏതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൻ ബേസിക്കലി സ്ഥായിയായിട്ടുള്ളൊരു ഭാവം അങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ കുടുംബങ്ങളായ പ്രൊഡ്യൂസർ അടുത്തൊന്നും ഇങ്ങനെയല്ല സംസാരിക്കുക. ഒരു റൈറ്ററുടേതായിട്ടുള്ള എല്ലാവിധ അഹങ്കാരവും അവൻ്റെ മുഖത്തുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ അവനെ സംസാരത്തിലും. അതുകൊണ്ടാണല്ലോ ഞാൻ അവനെ ആറ്റിപ്പായിച്ച് സാറിൻ്റെ മുന്നിൽ വിട്ടത്. സാറാന്നല്ല ടോപ്പ്. അവൻ ജയിച്ച്. അതൊക്കെ താൻ പറഞ്ഞ കാര്യമാണ്. അതെന്താണെന്നറിയാം, ഈ ഹിമാചലിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടവഴി അങ്ങനെ ആയിപ്പോയി. കണ്ടാലേ മനസ്സിലായി ഒരു ബാബു ആൻ്റെ ഒരു ലുക്കല്ലേ അവന്. അപ്പം അങ്ങനെ ഒരു റഫ് ആൻഡ് ടഫ്. ഹൈറ്റ് കിട്ടിയില്ലല്ലോ അവർക്ക് അവൻ തന്നെ വലിയ കാര്യം. പക്ഷെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് അവനെന്തെങ്കിലും കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കണം. നമ്മൾ ഈ പ്രൊജക്റ്റിലൊന്നും വേണ്ട. അത് ശരിയാവില്ല. 10 സ്ക്രിപ്റ്റൂടെ ഞാൻ എഴുതി ചേച്ചി എന്തെങ്കിലും കൊടുത്തേച്ച് ഞാൻ പറഞ്ഞു വിട്ടോളാം. ഓക്കെ, എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു ഒഴിവാക്കുക. ഇമാതിരി വള്ളി കേസുകളൊന്നും നമ്മൾ പിടിക്കണ്ട. സാർ, ഇപ്പോൾ ഒന്നാമത്തെ എപ്പിസോഡിന് ഇത്രയും പ്രേക്ഷകരുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് 2, 3, 4, 5, 6, 7, 8, 9, 10 എല്ലാം അതുപോലെ ആക്കണ്ടേ സാർ? അറ്റ്ലീസ്റ്റ് നമുക്ക് 100 എപ്പിസോഡ് വരെയെങ്കിലും ചെയ്യായിരിക്കും അല്ലേ സാർ? ഓക്കെ, ശരി സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് വല്ലതും അറിഞ്ഞോ? പ്രൊഡ്യൂസർ വിളിച്ച കണ്ടോ? സോഷ്യൽ മീഡിയ വരുന്ന കമൻസ് നോക്ക് നീ. നമ്മളെ ഇപ്പോഴത്തെ സ്റ്റാർ എന്ന ട്രെൻഡിങ്. ഞാൻ അല്ലേ പറഞ്ഞ ഇതിനെ പുള്ളിയെ കോമാളിയാക്കാം അപ്പോഴത്തേക്ക് ആൾക്കാർ റേറ്റിംഗ് കൂടുവന്നു. അല്ലെങ്കിൽ റൈറ്ററുടെ ഇമോഷനൊന്നും ഒരു ഫീലിങ്സ് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. റൈറ്റ് ചെയ്ത സാധനം അല്ലേ കൊടുത്തേക്കുന്നു. അല്ല, ഞാൻ ഇമോഷൻ വെച്ചല്ലോ എഴുതി കൊടുത്തത്. നീ എഴുതി തന്ന സാധനം തന്നെയല്ലേ ഞാനിവിടെ കൊടുത്തത്. നീ എന്തോ ചില റിപ്പറിൻ്റെ കൂട്ടൊക്കെ പെരുമാറുന്ന എൻ്റെ അടുത്ത്. ഇയാൾ നിൻ്റെ അമ്മാവൻ്റെ പോലൊന്നും അല്ലല്ലോ. നീ കമൻറ്റുകളും ഉണ്ടോ? കില്ലർ ജംബോ സർക്കസിൽ ഉള്ളതായിരുന്നു. കില്ലർ ജയിൽ ചാടി വന്നതായിരുന്നു. കില്ലർ ഇത്ര കോമാളിയായിരുന്നു. കില്ലറേട്ടൻ ഇത്ര പാവമായിരുന്നു. കില്ലറേട്ടൻ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചു. എനിക്ക് വയ്യ. ഞാൻ ചെയ്തൊരു വർക്ക് ഒരു 500K നോക്കി ഇരുന്നിട്ട് 50,000K തന്നില്ല ദൈവം. നിങ്ങൾ ചെയ്തിരുന്ന മൊത്തം തെറ്റല്ലേ? ഇത് കാവ്യാത്മകമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി അല്ലേ? തെറ്റൊന്നുമില്ല. തനിക്ക് തൻ്റെ ശരി, എനിക്ക് എൻ്റെ ശരി. നീ എന്താ ചില ലൊട്ട മാസികയൊക്കെ വായിച്ച് ബാലേന്ദ്രൻ ചുള്ളിക്കാണ്ട് കൂട്ടിന് സംസാരിക്കുന്നു. എന്തോ എൻ്റെ പേ ആയോ? എൻ്റെ വെട്ട കമൻറ്റുകൾ വരട്ടെ ബേബി. കില്ലർ ജംബോ സർക്കസിൽ ഉള്ളതായിരുന്നു. കില്ലർ ഇത്ര കോമാളിയായിരുന്നു. ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചു. അയ്യോ, ഇതവൻ തന്നെയാ. പണി എന്തായാലും കിട്ടും, അത് ഉറപ്പാ. അടച്ചുപൂട്ടിയിട്ടേക്കുന്ന എൻ്റെ ഓഫീസിനകത്ത് അവനാ. ഒരു ഉടനെ ഒരു പൂജ നടത്തണം അവിടെ. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഹേ കമിൻ. മേരി കമിൻ. ശോഭന മാം പറഞ്ഞിട്ടുന്ന റൈറ്ററായിരുന്നു. ആരാ? ശോഭന മാം പറഞ്ഞിട്ടുന്ന റൈറ്ററായിരുന്നു. അപ്പൊ ഇവനറിയാ?